എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പാലക്കും പരിപ്പും കൂടെ വെച്ച് ഒരു കറി ഉണ്ടാക്കാം. ആദ്യം ഇവിടെ പാലക്ക് കഴുകി വൃത്തിയാക്കി എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട്. അതാദ്യം നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ചെറുതായിട്ട് അരിയണേ. ബാക്കിയിരിക്കുന്നതോടെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. തണ്ടുപിടിപ്പം പാലക്കെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കാമേ. പിന്നെ പാത്രം അവിടെ ചൂടാകുന്ന നേരത്തിന് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നമുക്ക് ചതച്ചെടുക്കാം. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടിയിൽ എണ്ണ ചൂടായി. എണ്ണ ചൂടായപ്പം 3/4 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ കടുകും കൂടെ ഇടാം. കടുകും ജീരകവും പൊട്ടി വന്നപ്പം പകുതി സവാള അരിഞ്ഞത് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചത് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കളർ മാറും വരെ ഒന്ന് ഇളക്കിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ മഞ്ഞൾപ്പൊടി ഇടുമ്പോൾ നമ്മുടെ ഉള്ളിയിലൊക്കെ കളറും പിടിച്ച് നല്ലൊരു കളറൊക്കെ കിട്ടും. ഇനി നമുക്ക് നല്ല പഴുത്ത ഒരു തക്കാളി അരിഞ്ഞങ്ങോട്ടിടാം. തക്കാളി എളുപ്പം സോഫ്റ്റ് ആകാനായിട്ട് ഇച്ചിരി ഉപ്പിടാം. പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പിട്ടതാണേ, അത് നോക്കിയിട്ട് നമ്മൾ ഉപ്പിടണ്ടേ. ഇനി ഇതൊന്ന് അടച്ചു വെക്കാം. തക്കാളി സോഫ്റ്റായി, അത് ഇച്ചിരി വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഇവിടെ തക്കാളി സോഫ്റ്റായേ. ഇനി നമ്മൾ അരിഞ്ഞു വെച്ച പാലക്ക് ഇട്ട് കൊടുക്കുക. സ്പിനച്ച് പാലക്ക് നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇതിൽ ഇനി ഒത്തിരി വെള്ളം ഇറങ്ങി വരും. ഒത്തിരി വെള്ളമുള്ള ഇലയാണ് പാലക്ക്. ഉണ്ട് വെള്ളം ഇറങ്ങി വന്നേക്ക്. നമ്മൾ ഒട്ടും വെള്ളം ഒഴിച്ചില്ല, എന്നിട്ടും അതേ നിന്നുള്ള വെള്ളമാണ് ഇറങ്ങി വന്നത്. അപ്പം നമ്മുടെ പാലക്ക് വെന്തു. ഇനി നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് വെച്ച പരിപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. ആവശ്യത്തിനൊരു ശകലം വെള്ളം കൂടെ. ഇവിടെ ഇനി ഒന്ന് നല്ലപോലെ തിളച്ച് വരട്ടെ. വേണ്ട തിള വന്നിട്ടുണ്ട്. ഈ പരിപ്പിന് കട്ടിയുള്ളതുകൊണ്ട് അടിക്ക് പിടിക്കും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പരിപ്പ് ഒഴിച്ചത് കൊണ്ട് അടിക്ക് പിടിക്കും. പ്രത്യേകിച്ച് മൺചട്ടിയും കൂടെ അല്ലേ. ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കണേ. അതിപ്പോൾ തിളച്ച് വെന്തിട്ടുണ്ട്. ഇനി നമുക്കതിന് ഒഴിക്കാനൊരു വറവുണ്ടാക്കാം. കടുകും വറ്റൽമുളകും ഇട്ടു. പിന്നെ തീ ഓഫ് ചെയ്തിട്ട് ഇച്ചിരി ചുമന്ന മുളക് പൊടി ഇടണം. മുളക് പൊടി തീ കത്തിച്ചുകൊണ്ട് ഇടൽ കരിഞ്ഞു പോകും. നമുക്കിതിൻ്റെ മണ്ടയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെക്കാം. നമുക്ക് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെക്കാം. ഉണ്ടോ? പോഷക സമൃദ്ധമായ കറിയാണ്. പാലക്കിനകത്ത് ഒത്തിരി ഗുണങ്ങളുണ്ട്. പരിപ്പിനകത്ത് പ്രോട്ടീനുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. മുളകൊക്കെ കുറച്ച് കൊടുത്താൽ പിള്ളേർക്കും കൊടുക്കാം. ഇതൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊടുക്കണം. ഇതൊരു സ്പൂണ് നെയ്യാണ്, ഒരു രുചി കിട്ടാനും ഒക്കെ ആയിട്ട്. നെയ്യൊന്നും കഴിക്കാത്തവരാണെങ്കിൽ നെയ്യ് ഒഴിക്കണ്ട. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. വീഡിയോ കണ്ടതിന് താങ്ക് യു.